ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അടുത്തത് സബ്സെറ്റ്സ്. 3 സെറ്റുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. വി ഹാവ് സെറ്റ് P is equal to 2, 3, 4. Set Q is equal to 1, 2, 3, 4, 5. And set R is equal to 0, 1, 5. So ഇവിടെ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് ഉള്ള സെറ്റ് Q തന്നെയാണ്. ഓക്കെ, പിയും ക്യൂ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം പിയിലുള്ള എലമെന്റ്സ് 2, 3, 4 ആണ്. ആ എലമെന്റ്സ് ക്യൂവിലും ഉണ്ട്. 1, 2, 3, 4, 5 എന്ന എലമെന്റ്സ് ഉള്ള ക്യൂ എന്ന സെറ്റിലും പിയിലെ എലമെന്റ്സ് തന്നെയാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം പി ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. P is a subset of Q. That means every element of P is also an element of Q. Therefore, P is a subset of Q. ഇനി ഇവിടെ R നോക്കുക. Here in R we have the element 0, 1, 5. Q ആണ് വലിയ സെറ്റ്. അവിടുത്തെ എലമെന്റ്സ് 1, 2, 3, 4, 5. R Qന്റെ സബ്സെറ്റ് ആണോ? R ക്യൂവിന്റെ സബ്സെറ്റ് ആകണമെങ്കിൽ ആറിലെ എല്ലാ എലമെന്റ്സും ക്യൂവിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കാം നിങ്ങൾക്ക് ആറിലുള്ള 0 എന്ന എലമെന്റ് ക്യൂവിലില്ല. സോ R ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് സബ്സെറ്റിന്റെ എന്ന് പറയുന്നത്. A set is said to be a subset of another set if every element of first set is also an element of second set. Okay, so here we have seen that P is a subset of Q, R is not a subset of Q. So ഈ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് സിമ്പൽ ഉപയോഗിച്ചിട്ട് എഴുതാം. P is subset of Q. Subset of എന്നുള്ളതിന് നമ്മൾ ഈ ഒരു സിമ്പൽ ആണ് യൂസ് ചെയ്യുന്നത്. Okay, so P സബ്സെറ്റ് ഓഫ് ക്യൂ എന്നാണ് ഇതിൽ നിന്ന് വായിക്കുക. ആർ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. അപ്പൊ എങ്ങനെ എഴുതാം? ആർ നോട്ട് എ സബ്സെറ്റ് ആണ്. സോ അതിന് ആ സിമ്പൽ ഞങ്ങൾ കട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ആക്കുക. സോ ആർ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ക്യൂ. ഓക്കെ, ഇനി പി സബ്സെറ്റ് ഓഫ് ക്യൂ എന്ന് ഈ സിമ്പൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വി സേ പി ഈസ് സബ്സെറ്റ് ഓഫ് ക്യൂ. അപ്പോൾ നമ്മൾ ക്യൂവിനെ പറയുന്നത് ക്യൂ ഈസ് സൂപ്പർ സെറ്റ് ഓഫ് പി. സോ ക്യൂ സൂപ്പർ സെറ്റ് എന്നുള്ളതിന് നമുക്ക് ഈ സിമ്പൽ യൂസ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് സിമ്പൽ യൂസ് ചെയ്യാം. ക്യൂ ഈസ് സൂപ്പർ സെറ്റ് ഓഫ് പി എന്നാണ് ഇവിടെ വായിക്കുക. സോ 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതില് ഒരു സെറ്റിലെ എലമെന്റ്സ് എല്ലാം മറ്റേ സെറ്റിൽ ഉണ്ടെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്യൂ നോക്കുക. ക്യൂവിനകത്തും പിന്നകത്തും ഒരേപോലെയുള്ള എലമെന്റ്സ് 2, 3, 4 ആണ്. സോ ക്യൂവില് പിയിലെ എലമെന്റ്സിനെ കൂടാതെ വേറെ 2 എലമെന്റ്സും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ക്യൂവിനെ നമ്മൾ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ ഓഫ് സബ്സെറ്റ്. The set A is said to be a subset of a set B if every element of A is also an element of B. Using simples, we write it as A subset of B. Okay, ഇത് ACB എന്നല്ല, A subset of B ആണ്. Okay, A subset of B if X belongs to A. X എന്ന് പറഞ്ഞ എലമെന്റ് Aയിൽ ഉണ്ടെങ്കിൽ this implies, ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്തത് ഫോർ വൺ വേ ഇംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതിനെ നമ്മൾ ഇംപ്ലൈസ് എന്നാണ് വായിക്കുക. ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ ഈ സിമ്പിൾസ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഈ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ വായിക്കേണ്ടത് എന്താണ്? ഇംപ്ലൈസ് എന്നാണ്. വൺ വേ ഇംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എ എന്ന് പറയും. എക്സ് ബിലോങ്സ് ടു എ ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ബിയുമാണ്. ബിക്കോസ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലുള്ള ഏത് എലമെന്റ്സ് എടുത്താലും അത് എവിടെ ഉണ്ടായിരിക്കണം? ബിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. Okay,
Set A is not a subset of set B if at least one element of A does not belong to B. A എന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് അല്ലാതെ വരുന്നത് എപ്പോഴാണ്? ഒരു എലമെന്റ് എങ്കിലും, എയിലുള്ള ഒരു എലമെന്റ് എങ്കിലും ബിയിൽ ഇല്ല എങ്കിൽ നമുക്കത് ബിയുടെ സബ്സെറ്റ് അല്ല എന്ന് പറയും. സോ എന്താണ് സബ്സെറ്റ് എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ആ വേർഡിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സബ് സെറ്റ്, സബ് ഓഫ് സെറ്റ്. സോ ഒരു സെറ്റിലുള്ള കുറച്ച് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് നമുക്ക് ഫോം ചെയ്യാം. ആ സെറ്റ് ആദ്യത്തെ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. When A is subset of B, it means that A is contained in B or B contains A. A is subset of B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സബ്സെറ്റ് ഓഫ് B എന്നുള്ളതിന് പകരം ഇങ്ങനെയും പറയാറുണ്ട്, A is contained in B. A is contained in B എന്ന് പറഞ്ഞാൽ സിംബോളിക്കലി നമ്മൾ എഴുതുന്ന ഇങ്ങനെ തന്നെയാണ്. A is contained in B എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? A is subset of B. തിരിച്ച് B is superset of A എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു കണ്ടെയ്ൻ എന്ന വേർഡുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ we say B is superset of A is same as B contains A. ഇത് ജസ്റ്റ് ആ കണ്ടെയ്ൻഡിനും കണ്ടെയ്ൻസും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോൾ സബ്സെറ്റ് എന്ന വേർഡിന് പകരം യൂസ് ചെയ്യുന്നത് ഈ കണ്ടെയ്ൻഡ് ഇൻ, കണ്ടെയ്ൻസ് എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. A set is contained in another set means the first set is a subset of second set. A set contains A means the first set is a superset of second set. അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ A subset of B എന്ന ഡെഫിനിഷനിൽ നിന്ന് പഠിച്ചത് എന്താണ്? Every element of A is also an element of B എന്നാണ്. സോ ഞാനിവിടെ രണ്ട് സെറ്റ് തരാം നിങ്ങൾക്ക്. A എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3. B എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3. Now tell me, is A subset of B? A subset of B ആണ്. അപ്പോൾ A subset of B ആണോ ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് we check whether that two sets satisfy the definition of subset. A subset of B എന്ന് പറയണമെങ്കിൽ what is that condition? Every element of A is also an element of B. ഇവിടെ നോക്ക്, എയിലെ എലമെന്റ്സ് 1, 2, 3 ആണ്, ബിയിലെ എലമെന്റ്സും 1, 2, 3 ആണ്. സോ എയിലെ എലമെന്റ്സ് എല്ലാം ബിയിലെ എലമെന്റ്സും ആണ്. സോ എ is subset of B ആണ്. പക്ഷെ ഇവിടെ രണ്ടും ഈക്വലും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റുകളിൽ, അപ്പൊ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റുകളിൽ അത് തന്നെയും സബ്സെറ്റ് ആയിട്ട് വരാം. എ is subset of itself. Every set is a subset of itself. ഏതൊരു സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിട്ടും വരാം. ഓക്കെ, നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞ നമ്പർ നമ്മളത് ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ആണല്ലോ. എന്തൊക്കെയാണ് 4ന്റെ ഫാക്ടേഴ്സ്? നമുക്കറിയാം, എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടറാണ് 1. അതുപോലെ അതേ നമ്പർ തന്നെ ആ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും. കൂടാതെ വേറെ നമ്പേഴ്സ് ഒരു നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് വരും. ഈ കേസിൽ അത് 2 എന്നാണ് വരുന്നത്. സോ നമുക്കിവിടെ കാണാം, ഒരു നമ്പറിന്റെ ഫാക്ടർ അതേ നമ്പർ തന്നെ വരാം. ആ ഒരു രീതിയിലേക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആണ്. ഇനി നമുക്കറിയാം 1 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെയും ഫാക്ടറാണ്. അതേപോലെ നമ്മൾ സെറ്റിന്റെ കേസിലും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സെറ്റിന്റെ കേസിൽ ഈ 1 ഈ യൂണിറ്റ് എലമെന്റിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് 5 ആണ്. വാട്ട് ഇസ് 5? 5 ഈസ് നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്. സോ ഇത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. സോ നിങ്ങൾക്കൊരു സെറ്റ് തന്ന് അതിലെ സബ്സെറ്റുകളെല്ലാം എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ മറക്കാതെ എഴുതേണ്ട 2 സെറ്റുകളാണ്. 5 എന്തായാലും എഴുതണം. 5 ഈസ് സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് ആണ്. പിന്നെ തന്നിരിക്കുന്ന സെറ്റ് തന്നെ സബ്സെറ്റ് ആണ്. എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ വി ഹാവ് ടു റിമെമ്പർ
every set is a subset of itself. A is subset of A. And phi is a subset of every set. Phi is subset of A. ഇനി ഞാൻ നിങ്ങൾക്കൊരു സെറ്റ് തരുന്നു. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തരുന്നു. 1, 2 എന്ന സെറ്റ് തരുന്നു. യു ഹാവ് ടു റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദിസ് സെറ്റ്. ഈ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. എന്ന് പറയുമ്പോൾ സബ്സെറ്റിന്റെ മീനിങ് ഓർക്കുക. ഈ ഒരു സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ ആ സബ്സെറ്റിന്റെ എലമെന്റ്സ് ഒക്കെ ഈ സെറ്റിലുള്ളതായിരിക്കും. അതോ നമുക്ക് ഇതിന്റെ സബ്സെറ്റ് എഴുതാം. നമുക്കറിയാം phi is subset of every set. സോ ഒന്നാമത്തെ സബ്സെറ്റ് ഞാൻ എഴുതി phi. രണ്ടാമത്തെ സബ്സെറ്റ് ഇവിടെ നോക്കുക. ഇവിടെ നമുക്കുള്ള എലമെന്റ്സ് നോക്കുക. 1ഉം 2ഉം ആണ്. സോ 1 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രം എഴുതി ഒരു സെറ്റ് ഉണ്ടാക്കാം. So you can see that this set is subset of A because every element of this set is also an element of A. ആണല്ലോ 1 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമാണ് ഈ സെറ്റിനകത്തുള്ളത്. 1 എന്ന് പറഞ്ഞ എലമെന്റ് A എന്ന് പറഞ്ഞ സെറ്റിലും ഉണ്ട്. സോ ദിസ് സെറ്റ് ഇസ് സബ്സെറ്റ് ഓഫ് ദിസ് സെറ്റ്. അതേപോലെ 2 മാത്രം എഴുതിയാലും എന്താണ്? ഇറ്റ്സ് എ സബ്സെറ്റ്. ഇനി നമുക്ക് എഴുതാൻ പറ്റുന്നത് 1ഉം 2ഉം ആയിട്ട് എഴുതാം. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു ദ ഗിവൺ സെറ്റ് A. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 4 സെറ്റുകളാണ് ഈ ഒരു സെറ്റിൽ നിന്ന് എനിക്ക് ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള സബ്സെറ്റുകൾ. ഓക്കെ, സോ സബ്സെറ്റ്സ് ഓഫ് 1, 2 ഏതൊക്കെയാണ്? 5 വരും, 1 വരും, സിംഗിൾട്ടൺ സെറ്റുകൾ ഓരോ എലമെന്റ്സ് മാത്രമായിട്ട് എഴുതിയിട്ട് പിന്നെ 2 എലമെന്റ്സ് എഴുതിയത്. അത് നമ്മുടെ സെറ്റ് A തന്നെയാണ്. അതിപ്പോ 1, 2നെ 2, 1 എന്ന് എഴുതിയാലും സെയിം ആണ്. അത് രണ്ട് ഡിഫറെന്റ് സെറ്റുകളല്ല, ഒരേ സെറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെറ്റിന്റെ എലമെന്റ്സ് ഏത് ഓർഡറിൽ എഴുതിയാലും സെറ്റിന് യാതൊരു മാറ്റവും വരില്ല എന്ന്. അപ്പൊ 2, 1 എന്ന് എഴുതിയാലും ഇതേ സെറ്റ് തന്നെയാണ്. അപ്പൊ 2, 1 എന്ന് എഴുതുന്നത് തെറ്റാണ്. ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ. ഒന്നുകിൽ 1, 2 അല്ലെങ്കിൽ 2, 1. ഓക്കെ, അപ്പൊ നമ്മൾ 4 സെറ്റാണ് ഇതിൽ ഫോം ചെയ്തത്. അതിൽ നമ്മൾ അവസാനം എഴുതിയ സെറ്റ് ആ തന്നിരിക്കുന്ന അതേ സെറ്റാണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന അതേ സെറ്റ് അല്ലാതെയുള്ള ബാക്കി 3 സെറ്റിന് നമ്മളൊരു പേര് പറയും. ഈ സെറ്റുകൾക്ക് പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. പ്രോപ്പർ സബ്സെറ്റ്സ്. അപ്പൊ എപ്പോഴും ഒരു സെറ്റ് തന്നാൽ അതിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ അതേ സെറ്റിനെ തന്നെ ഒഴിവാക്കിയിട്ടുള്ള സബ്സെറ്റുകളെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഇവിടെ ടോട്ടൽ 4 സബ്സെറ്റ്സുകളാണ് ഉണ്ടാക്കിയത്. എത്ര പ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ട്? അതിലൊന്ന് കുറച്ചാൽ മതി. ആ തന്നിരിക്കുന്ന സെറ്റ് ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 പ്രോപ്പർ സബ്സെറ്റുകളാണ് ഉള്ളത്. സോ നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന വേർഡ് സബ്സെറ്റ് എന്താണെന്ന് പറഞ്ഞു, സൂപ്പർ സെറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പുതിയൊരു പേരാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ, ഇനി പ്രോപ്പർ സബ്സെറ്റിന്റെ ഡെഫിനിഷൻ കാണാം. പ്രോപ്പർ സബ്സെറ്റ്: if every element of A is in B but every element of B is not in A, that is if A not equal to B, then we say that A is a proper subset of B. In symbols we write this as A is proper subset of B എന്നാണ് പറയുന്നത്. ഓക്കെ, A subset of B എന്ന് വന്നിട്ടുണ്ടെങ്കിൽ every element of A is also an element of B. അങ്ങനെ വരുന്നുള്ളൂ അതിന്റെ മീനിങ്. A is proper subset of B എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? every element of A is in B but every element of B is not in A. that is A not equal to B. എയും ബിയും ഈക്വൽ. ഈ സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സിമ്പിൾ എഴുതുകയാണെങ്കിൽ ഈക്വാലിറ്റി കേസ് വരുന്നുണ്ട്. പക്ഷെ സെറ്റിന്റെ കേസിൽ A is proper subset of B എന്ന് പറയുമ്പോൾ എയും ബിയും ഈക്വൽ ആവില്ല. നേരത്തെ നമ്മൾ കണ്ടു A എന്ന് പറഞ്ഞ സെറ്റ് 1, 2, 3 എന്നെടുത്തു, B എന്ന് പറഞ്ഞ സെറ്റും 1, 2, 3 എന്നെടുത്തു. സോ ഇവിടെ നിങ്ങൾക്ക് പറയാം A is subset of B ആണ്. അത് കറക്റ്റ് ആണ്. ബട്ട് A is not a proper subset of B. A പ്രോപ്പർ സബ്സെറ്റ് ആണോ? A പ്രോപ്പർ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലും ബിയിലും ഉള്ള എലമെന്റ്സ് തുല്യമാകരുത്. ഇതിലും 1, 2, 3 ഇതിലും 1, 2, 3 തന്നെയായിട്ട് വരാൻ പാടില്ല. രണ്ടിലെ എലമെന്റ്സ് തുല്യമാകരുത്. തുല്യമാകാതെ വന്നാൽ, എന്നാൽ ഇവിടെ നോക്കുക 1, 2 വന്നു, A 1, 2
B1 2 3 വന്നു. അപ്പൊ നമ്മൾ എന്താ പറയും? A is subset of B എന്നും പറയും, A is proper subset of B എന്നും പറയും. Okay? Now let's see some properties of subsets. First property, if A is subset of B and B is subset of C, then A is subset of C. നമുക്കൊരു ചെറിയ എക്സാമ്പിളും കൊണ്ട് ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കി തരാം. 3 സെറ്റ് നമുക്ക് ഇവിടെ എടുക്കാം. A12 എടുത്തു, B1 2 3 എടുത്തു, C1 2 3 4 എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം A is subset of B ആണ്. കാരണം എയിലെ എലമെന്റ്സ് 1 ഉം 2 ആണ്, ആ എലമെന്റ്സ് ബിയിലും ഉണ്ട്. സോ A is subset of B. അതേപോലെ നിങ്ങൾക്ക് കാണാം B is subset of C ആണ്. ബിയിലെ എലമെന്റ്സ് 1 2 3 ആണ്, അതേ എലമെന്റ്സ് സിയിലും ഉണ്ട് 1 2 3. സോ B is subset of C. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് A is subset of C. എയിലെ എലമെന്റ്സ് 1 2 ആണ്, സിയിലെ എലമെന്റ്സിൽ 1 2 ഉണ്ട്. സോ A is subset of C. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. If A is subset of B and B is subset of C, then A is subset of C. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി കാണാം. A is equal to B if and only if. ഈ IFF എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ if and only if എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അതായത് മാത്തമാറ്റിക്സ് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഫോമുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനിയൊക്കെ നമ്മൾ 10th വരെ പഠിച്ചതുപോലെയല്ല, 11th മുതൽ നമ്മൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് മാത്സിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് നീട്ടി എഴുതേണ്ട കാര്യമില്ല. IFF എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ് വായിക്കേണ്ടത്. A is equal to B if and only if A is subset of B and B is subset of A. അപ്പൊ അതിനെ തന്നെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. A is equal to B, ഈ സിമ്പിൾ ആണ് യൂസ് ചെയ്തത്. നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഇതിനെ നമ്മൾ പറയുന്ന ഇംപ്ലൈസ് എന്നാണ്, വൺ വേ ഇംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണുന്നത് ദിസ് ഇസ് 2 വേ ഇംപ്ലിക്കേഷൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളതിന്റെ 2 വേ ഇംപ്ലിക്കേഷൻ ആണ് ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, A is equal to B if and only if, or നമുക്കതിനെ implies and implied by എന്നും പറയും, അല്ലെങ്കിൽ if and only if എന്ന് ഈ സിമ്പിളിന് പറഞ്ഞാലും മതി. A is subset of B and B is subset of A. രണ്ട് സെറ്റ് തന്നു, എയും തന്നു ബിയും തന്നു. ഓക്കെ, സപ്പോസ് എയും ബിയും ഈക്വൽ ആവണമെങ്കിൽ two sets are equal if they have exactly the same elements ആണല്ലോ. അത് നമ്മൾ ഈക്വൽ സെറ്റ്സിൽ പഠിച്ചതാണ്. അപ്പൊ A is 1 2 3, B is 1 2 3 ആണ്. അങ്ങനെയാണെങ്കിൽ we say A is equal to B. സോ ഇവിടെ സബ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് A is subset of B, A ബിയുടെ സബ്സെറ്റ് ആണ് തിരിച്ചു, ആൻഡ് B is subset of A. വേറെ രണ്ട് സെറ്റ് എടുത്താലോ, 1 2 എടുത്തു A, B 1 2 3 എടുത്തു. ഇവിടെ A is subset of B ആണ്, but B is not subset of A. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണ്, A അപ്പോൾ എയും ബിയും ഈക്വൽ അല്ല. സോ എയും ബിയും ഈക്വൽ ആവണമെങ്കിൽ A സബ്സെറ്റ് ഓഫ് B ആയിരിക്കണം, അതേപോലെ B സബ്സെറ്റ് ഓഫ് A ആയിരിക്കണം.